ഹലോ, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. അമ്പുവാവയ്ക്ക് നല്ല രീതിയിൽ പനിയും അതുപോലെ തന്നെ അച്ചൂനും മാസത്ത് കാണിക്കുന്ന ചെക്കപ്പിനുള്ള ഡേറ്റും ആയിട്ടുണ്ടായിരുന്നു. ജിനുവേട്ടൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ കാലുവേദനയായത് കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ജിനുവേട്ടനില്ലാത്തത് കാരണം നമ്മളെല്ലാവരും ബസ്സിലാണ് പോകുന്നത്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ അമ്മ കയറും കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോപ്പായി നമ്മൾ അമ്മയും കൂടി കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതെല്ലാവരും ഹോസ്പിറ്റലിൽ വന്നിട്ട് ആദ്യം തന്നെ അമ്പുവാവേനെ കാണിച്ചു കേട്ടോ. ഫസ്റ്റ് ടോക്കൺ കിട്ടിയത് കാരണം അമ്പുവാവിനെ പെട്ടെന്ന് കാണിക്കാൻ പറ്റി. പിന്നെ നമ്മൾ അച്ചുമോനെ കാണിക്കാൻ വേണ്ടി താഴോട്ട് പോകുമ്പോഴേക്കും ഡോക്ടർ റൗണ്ട്സിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ വന്നു അച്ചുമോനെ കാണിച്ച്. ജിനുവേട്ടൻ്റെ അമ്മേനെ കാണിക്കാൻ വേണ്ടി നമ്മളത് 5ാമത്തെ ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ തീരെ നടക്കാൻ വയ്യാത്തത് കാരണം നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് പോകുന്നത്. ആദ്യം സർജറിയിൽ കാണിച്ച സമയത്ത് ഓർത്തോ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ ഓർത്തോ ഡോക്ടറെ കാണിച്ചു. എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ച സമയത്ത് നല്ല രീതിയിൽ തേയ്മാനമുണ്ട്, സർജറി ചെയ്യണമെന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം മെഡിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടോ. ഈ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ആർക്കും തന്നെ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് എനിക്കും ഇഷ്ടമല്ല. അമ്പുവാവയാണെങ്കിൽ എന്ത് കണ്ടാലും ഫുട്ബോളാന്ന് പറഞ്ഞാൽ തട്ടലോട് തട്ടൽ. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അവൾക്ക് തിരിച്ചു കൊടുക്കുമ്പോഴേക്കും അത് പൊട്ടിയിട്ടില്ലെങ്കിൽ ഭാഗ്യം. ഹോസ്പിറ്റലിൽ എപ്പോൾ ചെന്നാലും ഫ്രണ്ട്സ് മിഠായി ആയിട്ടും വണ്ടിയായിട്ടൊക്കെ അമ്പുവാവയ്ക്ക് മേടിച്ച് കൊടുക്കും കേട്ടോ. അതവന് വലിയ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചതാ കോലുമിഠായിയൊക്കെ ഈമ്പിയും കൊണ്ടാണ് കേട്ടോ ഇവരൊക്കെ പോകുന്നത്. ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.